അളിയാ ഈ അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് തങ്കത്തിന് അങ്ങോട്ട് വിളിക്കുന്നത് അവിടെയുള്ള ജോലികൾ ചെയ്യിപ്പിക്കാനാണെന്ന് എനിക്കൊരു സംശയം. കുടുംബശ്രീ ജോലി ചെയ്യുന്നേക്കാളും അവിടെ പോയി ജോലി ചെയ്യണല്ലേ? അല്ല, ഇങ്ങനെ തങ്കത്തിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നിർബന്ധിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ പെണ്ണ് കെട്ടിക്കുമല്ലോ, ഇനി അങ്ങനെയുള്ള ചിന്ത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വീട് ജോലിക്കാ തക്കളി പോയാ? അവൾക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ പോയി. ഭക്ഷണം കൊടുത്താ? രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ, ഭയങ്കര മടിയാ. മുട്ട പൊരിച്ച് വെച്ച് കൊടുത്താ? അയ്യോ, നേരത്തെ എന്നോട് പറഞ്ഞു. ഇനി മുട്ട പൊരിക്കുമ്പോൾ വെച്ച് വെള്ളം കൂടെ ചേർക്കണേ. പച്ചവെള്ളം ചേർത്ത് നല്ല ടേസ്റ്റാ. ആണോ? ആ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ആണോ? ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചവെള്ളം ഒഴിക്കണം. എന്നിട്ട് നല്ല രസം, നല്ല അരിക്കും. അതിന് ഒരു ഓംലെറ്റ് എന്നിട്ട് വെള്ളം കുടിച്ചാൽ പോലെ. അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അറിയാം, എനിക്ക് ഈ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലേ എനിക്കൊന്നുകൊണ്ട് ഇറങ്ങുള്ളൂ. നാലെണ്ണം കഴിഞ്ഞു. നാലെണ്ണമായി. നാലെണ്ണം കഴിച്ച അത് വേറെ ഒന്നുമല്ല കേട്ടോളിയാ, പറയണുണ്ടെന്നും തോന്നരുത്. വേണ്ട, ജമന്തിയുടെ കറി, ഈ കറി ഉണ്ടെങ്കിൽ 4 അല്ല 40 എണ്ണം വേണമെങ്കിലും ഞാൻ തിന്നും. കേട്ടാ എന്റെ കൈപ്പുണ്യം. അതല്ല അളി ഒരു കോംപ്ലിമെന്റ് പറഞ്ഞാ നിന്റെ, കാരണം ഇത്ര നല്ലൊരു കഴിച്ചല്ലേ, 5 എണ്ണമായി. വാർത്ത എടുക്കാൻ പോണ. ഞാൻ ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാണ്. ജമന്തി നല്ല അസല് കറി. തങ്കതിനേക്കാൾ നന്നായിട്ട് വയ്ക്കും. എന്തോ തങ്കതിനേക്കാൾ അസലായിട്ട് വയ്ക്കും. അതിനെ ഇച്ചിരി പൊടിക്കും തങ്ക ഇതുപോലെ വെക്കണമെങ്കിൽ. അല്ല, ഞാൻ ചോദിച്ചോട്ട്, അടുത്ത വർഷത്തെ മികച്ച ആങ്ങളയ്ക്കും പെങ്ങളയ്ക്കുള്ള അവാർഡ് നിങ്ങൾ തന്നെ കൊണ്ടുപോകുമോ? കുറേശ്ശെ പുകഴ്ത്തളയാ, ചങ്ങലയുടെ ഭാര്യയൊക്കെയാണ്. അതൊന്നും അല്ല, നാത്തു എന്നോട് പറയാറുണ്ട്, ക്ലീറ്റോ ചേട്ടൻ എപ്പോഴും പറയുമെന്ന്, ഞാൻ വെക്കുന്ന മീൻകറി സൂപ്പറാണ്. അത് ആ മീൻകറി ഇച്ചിരി കപ്പയും കൂടെ അങ്ങോട്ട് കളിയാ ഒരു പിടി പിടിച്ചാണ്ടല്ലോ. ചേട്ടൻ എന്നെ ഒരു വിലയില്ല. അയ്യോ അയ്യോ അളിയാ, സോറി അളിയാ, ഞാൻ മറന്നു വിടാ. ഇപ്പൊ അയക്കാം, ഇപ്പൊ അയക്കാം. ആ, ഒരു 2 മിനിറ്റ് ഞാനിപ്പോൾ അയച്ചേക്കാം. ശരി. ഓ, ഓക്കെ. കഴിക്കാളിയാ, അതേ അത്യാവശ്യം. അൻസാറേ, എൻ്റെ പാൻ കാർഡിൻ്റെ കോപ്പി അത്യാവശ്യമായിട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടേ. അവൻ പറഞ്ഞിട്ട് കുറേ സമയം ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ ഒന്നത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയക്കട്ടെ. മതി നിറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, പുറത്തുനിന്ന് കൈ കഴുകാം. ജോലി പുരിയുന്നില്ലെങ്കിലും പാൻ കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തോ കള്ള ലക്ഷണം ഉണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ ആഹാരം ഇട്ടിട്ടൊന്നും പോകുന്നു. ആവശ്യത്തിലടി കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെയാ എടാ നോക്കട്ടെ, നീ ഇപ്പം അങ്ങോട്ട് വിളിച്ചല്ലേ ഉള്ളൂ. ഈ പാൻ കാർഡ് എന്ന് പറയുന്നത് പോക്കറ്റിട്ടുള്ള നടക്കുന്ന സാധനമല്ലല്ലോ. എടാ ഞാൻ എടുത്ത് വാട്സാപ്പ് അയക്കാം. പാൻ കാർഡ് മാത്രമല്ല, ആധാറും പിന്നെ ബാക്കിയുള്ള സർക്കാർ ഇപ്പം എല്ലാം എടുപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിനക്ക് ഞാൻ അയച്ചു തരാം. നീ അടുത്ത് എടുക്കാനുള്ള പുതിയത് അത് ചോദിക്കരുത്, അത് എനിക്ക് എടുക്കാക്കൂല. അത് എടുത്തിട്ട് ഞാൻ അത് അയച്ചു തരാം. ഒരു സമാധാനം എന്താളിയാ നീ? എടേ അൻസാറെ, ഞാൻ നോക്കിയിട്ട് ഇപ്പം അയച്ചു തരാടെ. ആ വെക്ക്, ഇങ്ങനെ ബഹളം വെക്കോ? ഫാസിലിനെ കണ്ടില്ലല്ലോ. അയ്യോ, ഫാസിൽ വരാൻ ലേറ്റാവെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ ഉമ്മയെ കൊണ്ട് ആശുപത്രി പോകണം. പിന്നെ എങ്ങനെ പോകും? കുറച്ച് കഴിഞ്ഞിട്ട് ലേറ്റാവും. നാണക്കേടാട്ടോ ഏട്ടാ, ഇവിടെ പെണ്ണുങ്ങൾ വരെയൊക്കെ ബൈക്ക് ഓടിച്ച് നടക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? സ്കൂട്ടർ എടുക്കണം. പൈസ വേണ്ടി. സ്കൂട്ടർ എടുത്താലും കുഴപ്പം അറിയാമോ? മാസം ശമ്പളം കിട്ടുമ്പോൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കണം, പമ്പിൽ കൊടുക്കണം. പൈസ അതൊക്കെ അങ്ങ് നടക്കും. നടക്കും. എടുക്കുക ഏട്ടനൊരു വണ്ടി. പിന്നെ വണ്ടി എടുക്കാൻ പോകുന്നു. തങ്കത്തിന്റെ വീട് ഏതാ? തങ്കത്തിന്റെ വീടാ? അതാ. ആരാ? ഞാൻ തങ്കത്തിന്റെ ഒരു ബന്ധുവാ. അതാ. ഇത് തന്നെയല്ലേ വീട്? ഞാൻ ഒന്ന് കണ്ടേച്ച് വരാം. ഇത് വഴി തന്നെയല്ലേ പോവാ? അല്ല ഏട്ടാ, നാത്തൂന്റെ ബന്ധുവാകുമ്പോ അത് ഏട്ടന്റെയും ബന്ധുവല്ലേ? ഏട്ടനെ അവരെ അറിയത്തില്ലേ? അല്ല, അത് നാത്തൂന് ഇല്ലാത്ത സമയത്ത് എന്തിനാ വന്നത്?
കുഴപ്പമൊന്നുമില്ല. അല്ല എനിക്കൊരു സംശയം, ഇത് അൻസാർ വിളിച്ചിട്ട് തന്നെയാണോ ആഹാരവും വിട്ടിട്ട് പോയത്? അല്ല നാത്തോന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ. അതിനെന്ത് ബന്ധുക്കളല്ലേ വീട്ടിൽ എന്താ കുഴപ്പം? അവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? എന്നാലും എനിക്ക് അതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നിനക്ക് ശരിയായിട്ട് തോന്നില്ലേ? അത് ഞാൻ തീർപ്പോ ചുമ്മാ ഈ പെണ്ണുങ്ങൾ ഒരു കാലത്ത് നന്നാവൂല. നല്ലതാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് താല്പര്യം. ലീറ്റസേട്ട് തന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ ഷെർലി. എനിക്കങ്ങോട്ട് കത്തണില്ല. എവിടെയോ കണ്ട പരിചയം പോലെ ഉണ്ട് മുഖം. ക്ലാരയുടെ ഭർത്താവ് പോലീസുകാരനില്ലേ? പൗലോസ് അളിയന്റെ പെങ്ങളെ ഭർത്താവ് ചാക്കോച്ചനില്ലേ? പോവാ ചാക്കോച്ചന്റെ പെങ്ങളാ ഞാന്. എന്റെ കർത്താവ്, ഞാൻ അതല്ലേ എവിടെയോ കണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. അല്ലേ, നമ്മൾ ഇപ്പോ ബെന്നിച്ചായന്റെ മോളുടെ കല്യാണത്തിന് കണ്ടില്ലയോ? അതെ, ചരുവിളല്ലേ? ഓ അതല്ലേ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ എവിടെ വെച്ചാ കണ്ടെന്നുള്ളത്. അന്ന് കണ്ടപ്പം ഞാനും തങ്കമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു, എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞു. അല്ല, അവർക്ക് പിന്നെ വർത്താനം പറയാൻ ആരെങ്കിലും കിട്ടിയാ ഒരു നിർത്തം കാണൂല, വർത്താനമാ. ഞാനും വർത്താനത്തിന് ഒട്ടും മോശമല്ലേ. അല്ല, ഇപ്പം ഇത് ഏത് വഴിക്ക് പോയിട്ട് വരുക? ഞാനിവിടെ കളക്ടറേറ്റിലല്ലോ ചേട്ടാ ജോലി ചെയ്യുന്നത്. ആണോ? അന്ന് തങ്കം കല്യാണത്തിന് കണ്ടപ്പോഴേ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. അത് ശരി, സമയം കിട്ടണ്ടേ ചേട്ടാ. തങ്കം ഇവിടെ? തങ്കം അല്ല, തങ്കം പിന്നെ അവളെ അമ്മാവന്റെ തലയ്ക്ക് തലവേദന, അങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി പോയേക്കാ. ഇനിയിപ്പോ എപ്പോ വരുമെന്നൊന്നും ഒരു ധാരണയില്ല. ഇന്ന് വരില്ലേ? അല്ല, വരും. ഇന്ന് എപ്പോ വരുമെന്ന് അറിയില്ല. തങ്കം ഉണ്ടെന്ന് കരുതിയല്ലോ, ഞാൻ ഈ ഓടിപ്പാഞ്ഞു വന്നു. അല്ല, അതിനെന്താ, വരുമ്പോ നമ്മുടെ സ്വന്തം ആളല്ലേ. ഇരിക്ക്. ഏട്ടാ അത് ആരായിരിക്കും? എത്ര സമയം അങ്ങോട്ട് കയറിപ്പോയിട്ട്? നാത്തൂനൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട. ആഹാ, ഉറങ്ങിയില്ലായിരുന്നോ? ഫീസ് ഇട്ടിട്ടാ മതി, പുതിയ കോപ്പറുണ്ട്. എന്നാലും ദീനാമച്ചിയുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓടിച്ചാടി നടന്നല്ലയോ? ടീച്ചേഴ്സിനോട് ഇത് ആരും പറഞ്ഞില്ലായിരുന്നോ? ആര് പറയാൻ, എന്തെങ്കിലും ഇല്ലാത്ത കഥകളൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഫോണിൽ വിളിച്ച് അപ്പോഴപ്പോഴും പറയും. അത് ശരിയായിട്ടാ. കഷ്ടം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മച്ചി അവിടെ ഷെർലിയുടെ ചേച്ചിയുടെ കല്യാണത്തിനെ ഈ അടുക്കളയിലൊക്കെ കിടന്ന് എന്തൊക്കെ ജോലി ചെയ്തതായിരുന്നേ. എന്താ സ്ഥിതി? അയ്യോ, വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ കുടിക്കാൻ എന്തോ എടുക്കട്ട്? ഒന്നും വേണ്ട ചേട്ടാ, തങ്കം ഇല്ലാത്തല്ലേ. ചേട്ടാ എവിടെ ഇരിക്കാം? തങ്കം ഇല്ലാത്തതൊന്നും നോക്കണ്ട, ജ്യൂസ് എടുത്താലോ? ഈ രാവിലെ ജ്യൂസ് ഒന്നും വേണ്ട ചേട്ടാ. എന്നാൽ പിന്നെ ചായ ആവാം അല്ലേ? അതാകുമ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കി ഇച്ചിരി തേയിലയിട്ട് പഞ്ചസാരയിട്ട് ചായ ആവുമല്ലോ. എന്നാ പിന്നെ ചേട്ടൻ നിർബന്ധമാണെങ്കിൽ ചായ എടുക്കും. ചായ എടുക്കാം അല്ലേ? മധുരം കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. എന്നാ പിന്നെ ചായ എടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേട്ടാ, ചേട്ടാ എവിടെ ഇരിക്കേ? എന്ത്? ഞാൻ ചായ ഇടാം. അല്ല, ഞങ്ങളുടെ അടുക്കളയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാ. അതൊക്കെ കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ ചായ എടുക്കാം. എന്നാ പിന്നെ എടുത്തോ. ഓ ശരി ചേട്ടാ. തേയില എവിടാണോ? കൊണ്ട് വെച്ചേക്കുന്നു. തേയില കിട്ടി. പഞ്ചസാര ഇല്ലേ? പാട്ടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ചേട്ടാ പഞ്ചസാര പാട്ടയിൽ ഒന്നും ഇല്ലല്ലോ. ഇതാണോ പഞ്ചസാര പാട്ട? വേറെ ഉണ്ടോ? പഞ്ചസാര ഇതല്ല പഞ്ചസാര ഉള്ളത് അല്ലേ? അതിലൊന്നും കാണുന്നില്ല. ഞാനതൊക്കെ നോക്കി. എങ്ങനെ പറയണ വഴി ഇല്ലല്ലോ. ഇത് തങ്കം തിരക്കിട്ട് പോയപ്പോഴേ വിട്ടുപോയതാ. ഒരു കാര്യം ചെയ്യും, ഷേർലി ഇത് കത്തിച്ച് വെള്ളം തിളപ്പിച്ച് കഴിയുന്നു, ഞാൻ പഞ്ചസാര ഇട്ടു. ഓക്കെ.
വെള്ളം തിളച്ചല്ലോ, ചേട്ടനെ കാണുന്നില്ലല്ലോ ഇതുവരെ. ഇതാരായത്? തങ്കത്തിന്റെ നാത്തൂനല്ലേ ഇത്? എങ്ങനെ മനസ്സിലായി? തങ്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് കല്യാണത്തിന് കണ്ടപ്പോ. ജയന്തിത്തല്ലേ പേര്? അതെ. ഞാനേ ചായ ഉണ്ടാക്കോ. ഓ, ക്ലീറ്റസ് ചേട്ടന് ഒരേ നിർബന്ധം, ഞാൻ ചായ കുടിച്ചിട്ട് പോയാൽ മതി. ആണോ? പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ചായ. എന്താ ജമന്തി നോക്കുന്നേ? ചേച്ചി എൻ്റെ ഒരു പാത്രം അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് നോക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പാത്രം വല്ലോണം നോക്കിയേ. ഇല്ല, ഇതൊന്നും അല്ല, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം, സാരില്ല, പിന്നെ വരാം. ശരി. ആ ഫാസിൽ വന്നാ? പക്ഷെ അവൻ ഒരുപാട് ലേറ്റ് ആവണല്ലോ. ഏട്ടാ, ഞാനിപ്പോ അങ്ങോട്ട് പോയിരിക്കുവായിരുന്നു, എവിടെ? അപ്പുറത്തോട്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴേ ചായ ഇടുന്നു. ആ അവള് വന്നായിരുന്ന? ഏട്ടാ, നമ്മൾ മുമ്പിൽ കൂടെ അല്ലേ രാവിലെ പോയത്? ആര്? തങ്കോ? നാത്തൂനല്ല, പിന്നെ ഒരുത്തി നമ്മുടെ മുമ്പിൽ കൂടെ ഒരുങ്ങി കെട്ടി അപ്പുറത്തോട്ട് പോയില്ലേ അവള്. അത് ശരിയല്ല, അതാരത്? അയ്യോ, അത് ആരാന്ന് ഞാൻ ചോദിച്ചില്ല. ഓ, ഈ പൂച്ചയുടെ ഒരു കാര്യം. എന്താ വീട്ടിൽ ചേട്ടാ? ഓ, എന്താ പഞ്ചസാര. എന്താ? പഞ്ചസാര ചായയിലിടാനേ. അടുക്കളയില്? അല്ല, അവിടെ ഷെർലി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ? അടുക്കളയിൽ. ഷെർലി അവിടെ വന്നില്ലേ ഒരു പെണ്ണ്, പറഞ്ഞില്ലേ? പെണ്ണെന്നൊന്നും പറയല്ല, അത് നമ്മുടെ കുടുംബക്കാരിയാ. എന്റെ അളിയില്ലേ പാലയില പൗലോ. പൗലോ? ആ, പൗലോടെ അളിയന്റെ പെങ്ങളാ. ചാക്കോടെ? ചാക്കോടെ. ഓ അത് ശരി. അപ്പൊ ഷെർലി അവള് കളക്ടറേറ്റിലാണ് ജോലി ചെയ്യണത്. അപ്പൊ ഇടയ്ക്ക് തങ്കൻ കണ്ടപ്പോ പറഞ്ഞു സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തങ്കത്തിനെ കാണാൻ വന്നതല്ലേ. വീട്ടിൽ വന്നല്ലേ മര്യാദ. ഞാൻ പറഞ്ഞു ഒരു ചായ ഉണ്ടാക്കാം കുടിക്കാന്ന് പറയുമ്പോ അവള് പറഞ്ഞു ഞാൻ തന്നെ ചായ ഉണ്ടാക്കാം. അടുക്കള കയറി ചായ ഉണ്ടാക്കിട്ട് ഞാൻ നോക്കുമ്പോ പഞ്ചസാരയില്ലേ, പഞ്ചസാര തീർന്നു പോയി, മേടിക്കാൻ വിട്ടുപോയി തിരക്കിന്റെ ഇടയിലേ. ഇച്ചിരി പഞ്ചസാര കുറച്ച് മതി എനിക്ക്, ഒരു കട്ടിലിടാൻ വേണ്ടിട്ടേ ലേശം കുറച്ച് മതിയല്ലോ, നമുക്ക് മേടിച്ചിട്ട് തിരിച്ചു തരാം കേട്ടോ. ഞാൻ തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയി, ഞാൻ ഇങ്ങനെ രാവിലെ ഓരോ തിരക്കല്ലേ. ശരി എന്നാ ഇതല്ലേ അളിയ എടുത്തത്? ശരിയാണല്ലോ, ഇത് എനിക്ക് എന്തിനാണ് ഇപ്പൊ ഒരു ചായക്ക് തിരക്കിന്റെ ഇടയിൽ വിട്ടുപോയതാ. ഇത് കൂടുതൽ ഒരു ചായക്ക് മേടിച്ചിട്ട് തരാം, അളവുണ്ടേ തരാറുണ്ടല്ലോ സ്ഥിരമായിട്ട്. തരാളിയാ. ഇതിലെന്തോ കള്ളക്കളി ഉണ്ട് കേട്ടാ. ഇത് കള്ളത്തരം നമ്മുടെ മുമ്പ് എടുത്തോണ്ട് പോയത്, പിന്നെ കള്ളത്തരം എന്തോന്ന്? അതല്ല ഏട്ടാ, പിന്നെ ആ പെൺപിള്ള എന്തിനാ നാത്തുനില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഏത് പെൺപിള്ള? ആ വന്നേക്കുന്നത് ഷേർലി. എടാ അവര് കുടുംബക്കാരല്ലേ, അതോ അവന്റെ ബന്ധു? തങ്കത്തിന്റെ ബന്ധുവല്ലല്ലോ, അവന്റെ ബന്ധു. അവനെ കാണാൻ വന്നതിന് എന്താ കുഴപ്പം? അന്ന് പിന്നെ നാത്തുനുള്ളപ്പോ വന്നൂടെ, ഇല്ലാത്തപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പറഞ്ഞിട്ടാണോ വരുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു പോണല്ലേ. അതിനകത്ത് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനില്ലാത്ത സമയത്ത് ഏട്ടന്റെ ബന്ധുക്കാരെങ്കിലും വന്നാൽ ഞാൻ സമ്മതിക്കുമോ? എന്റെ കുഴപ്പം ഒന്ന് വന്ന് നോക്കട്ടെ, അപ്പൊ അറിയാം. കണ്ണുകുത്തി പിടിക്കേ. പിന്നെ ആ വാസിലെ പറഞ്ഞ നീ എവിടെ? അഡ്മിറ്റ് ചെയ്താ? ഓ ആ ശരി. എന്താ? ഫാസിന്റെ ഉമ്മയെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു, അതുകൊണ്ട് അവൻ വരുന്നില്ല, ലീവായി. പിന്നെ ഇങ്ങനെ പോവും? ഇനിയിപ്പോ ഞാൻ പോണം. ബാധി അതെ ഷെർലി വിഷമിക്കണ്ട. ഞാനും തങ്കം വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരാം. വന്നിട്ട് ഞാനൊന്ന് ഉപദേശിക്കാം. ഈ പഞ്ചായത്തിലേക്ക് ഇതുപോലുള്ള ഒരുപാട് കേസ് വരുമ്പോൾ ഞാൻ തന്നെയാണ് ഉപദേശിച്ചത്. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരാളുടെ ഒരു വാക്ക് മതി ഒരാൾ മാറി വരാനോ നന്നാവാനൊക്കെ. വിഷമിക്കല്ലേ, എല്ലാം ശരിയാകുന്നേ. എൻ്റെ അടിയനും ഭാര്യയാ. ഇതാ അളിയനാ. കനകനല്ലയോ? തങ്കം പറഞ്ഞ എനിക്കറിയാം. KCB-ലല്ലയോ ജോലി? അതെ ഷെർലി പറഞ്ഞു. ഷെർലി ഒരു ആവശ്യം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാ. അതെ, എന്റെ കെട്ടിയോന്റെ കാര്യം പറയാൻ വന്നതാ. എന്തൊരു വിളിക്ക്? ഒന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പുള്ളി സത്യം പറയാമല്ലോ, ഒരു ജോലിക്കും പോവില്ല, 10 പൈസ വരുമാനമില്ല.
എല്ലാം ഞാൻ തന്നെ നോക്കണം. അതൊക്കെ പോട്ടെന്ന് വെക്കാം. എല്ലാ നാട്ടുകാരും കണ്ണിൽ കണ്ട നാട്ടുകാരുടെ നിന്നൊക്കെ കയറി കടം വാങ്ങും. അതിന് സമാധാനം പറയാനും ഞാൻ തന്നെ പോകണം. ആകെ മടുത്ത്. ക്ലീറ്റസ് ചേട്ടനെ കൊണ്ട് ഒന്ന് ഉപദേശിപ്പിക്കാമല്ലോ എന്ന് കരുതി രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ക്ലീറ്റസിനെ കൊണ്ട് ഉപദേശിപ്പിക്കാണ്. എന്നാലെങ്കിലും ആ മനുഷ്യനൊന്ന് നന്നായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നന്നാവും. അപ്പൊ ഞാനെന്തായാലും ഓഫീസിൽ പോകാനുള്ള സമയമാണ് എനിക്ക്. അത് തരുമോ ജമന്തി? ചായ എന്തെങ്കിലും കൊടുക്കും. അയ്യോ വേണ്ട, ഞാൻ ഓഫീസിൽ ഏറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്കും വേഗം എത്തണം. കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴിയില്ലയോ കനകന്റെ ഓഫീസ്? അപ്പൊ ഞാനും കൂടെ വരട്ടെ? എനിക്കൊരു കൂട്ടാവുമല്ലോ. പിന്നെന്താ, ഞാൻ വരാം. ഞാനേ ബസ് സ്റ്റോപ്പ് വരെ വിടാന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ ഇനിയിപ്പോ കനകന്റെ കൂടെ പോവാം. എന്നാ പിന്നെ നന്നായി. അപ്പൊ ജമന്തി പോട്ടെ. ശരി. ഏട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. അതേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് മീൻ മേടിക്കാനുള്ള പൈസ എൻ്റെ തന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കുറച്ച് നേരത്തെ വരണേ. അതല്ല ഏട്ടാ, വൈകിട്ട് വരാൻ നേരത്തെ നമുക്കൊന്ന് മാർക്കറ്റിൽ പോകണം. ഇവിടെ എണ്ണയും മുളകും ഉപ്പും ഒക്കെ തീർന്നിരിക്കുക. പിന്നെ പാലിൻ്റെ പൈസ കൊടുത്തിട്ടില്ല, പത്രത്തിൻ്റെ പൈസ കൊടുത്താ. പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം മറന്നുപോയി. എനിക്ക് ഏട്ടനല്ലേ ഉള്ളു. ഷെർലി പൊയ്ക്കോളൂ, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ശരി. Alien versus Alien.